ഇന്നലെ ജെ പി നഡ്ഡ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് രണ്ടുപേരും വന്ന് ഒരു ചായ കുടിക്കാൻ വരണമെന്ന് ക്ഷണിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. എന്ന കാരണം അങ്ങനത്തെ ഒരു വിഷയമല്ല ഇത് ഒരു ചായ കുടിച്ച് തീർക്കേണ്ട വിഷയമല്ല. ചായ കുടിച്ച് തീർക്കേണ്ട വിഷയമല്ല. എന്നാൽ കാരണം എന്ന് വെച്ചാൽ രാജ്യസഭയിലുണ്ടായ ലുങ്കിവാല പരാമർശം കേവലം ഒരു വ്യക്തിപരമായ ഒരു വിഷയമായി ജോൺ ബ്രിട്ടാസ് കാണുന്നില്ല. പകരം ഒരു സംസ്ഥാനത്തെയും തെക്കേ ഇന്ത്യയെ മൊത്തം അപമാനിച്ച ഒരു വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത്. മീഡിയ കൊണ്ടൊപ്പം ജോൺ ബ്രിട്ടാസ് ചേരുകയാണ്. ഇതിനുശേഷം ഇപ്പോൾ സുഷ്മിത ദേവ് പറയുന്നത് ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഈ തരത്തിലുള്ളൊരു വിഷയമായിട്ട് അവർ കരുതിയില്ല. മാത്രമല്ല, ഒരു കൗണ്ടർ പരാതി എന്ന രീതിയിൽ അവർ ഇപ്പോൾ ഒരു പരാതി ഓഗസ്റ്റ് 10 ഒരു വിഷയം ചൂണ്ടിക്കാട്ടി പ്രിവിലേജ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അല്ല, അവരുടെ നിലപാട് എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു വിഷയം അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചർച്ചയ്ക്കൊന്നും മുതിർന്നിട്ടില്ല. ഇന്നലെ ജെ പി നഡ്ഡ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് രണ്ടുപേരും വന്ന് ഒരു ചായ കുടിക്കാൻ വരണമെന്ന് ക്ഷണിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. എന്ന കാരണം അങ്ങനത്തെ ഒരു വിഷയമല്ല ഇത് ഒരു ചായ കുടിച്ച് തീർക്കേണ്ട വിഷയമല്ല. ചായ കുടിച്ച് തീർക്കേണ്ട വിഷയമല്ല. എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം അവരുമായിട്ട് എനിക്കില്ല. ഞാൻ അവിടെ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, അവരെയൊക്കെ ഞാൻ വളരെ നല്ല രൂപത്തിൽ കൺസിഡർ ചെയ്യുന്ന ആളാണ്. പക്ഷേങ്കിൽ അവരുടെ പരാമർശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് തന്നെ നിരക്കാത്തതാണ്. രാജ്യസഭയുടെ നടപടികളോട് ഒരിക്കലും യോജിച്ചു നിൽക്കുന്നതല്ല. മാത്രമല്ല, അവരെപ്പോലുള്ളൊരു അംഗം അത്തരമൊരു പരാമർശം നടത്തി എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ രൂഢമൂലമായി കിടക്കുന്ന ഒരു പ്രത്യേക വികാരവും നിലപാടും എന്താണെന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ നിലപാടാണ് ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുംബൈയിൽ നിന്ന് ദക്ഷിണേന്ത്യക്കാരെ ആട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ട് മുഴക്കിയിട്ടുള്ള മുദ്രാവാക്യമാണ് ലുങ്കിവാല ബാഹർ ജാവോ എന്നുള്ളത്. ഇപ്പോൾ അസമിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹെമന്ത ബിശ്വ ശർമ്മ മുഴക്കുന്നൊരു മുദ്രാവാക്യമാണ് ലുങ്കിവാല എന്നുള്ളൊരു വളരെ അവഹേളനപരമായിട്ടുള്ള പരാമർശം. ഈ ഹെമന്ത ബിശ്വ ശർമ്മയുടെ ശിഷ്യയായിട്ടാണ് ഇപ്പോൾ അവർ BJP-യിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തൻ്റെ പുതിയ അഭിനവ ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇന്നലെ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ആ വിഷയം ഉന്നയിച്ചപ്പോൾ അഭൂതപൂർവമായ പിന്തുണയാണ് വന്നത്. യഥാർത്ഥത്തിൽ BJP-യോട് ചേർന്ന് നിൽക്കുന്ന YSR, BRS, ADIMKE, BJD പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ പോലും പ്രത്യക്ഷമായിട്ട് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ചുവരെഴുത്ത് വായിക്കണം. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് ഔട്ട്റീച്ച് എന്നും പറഞ്ഞ് കടന്നു വരുന്ന BJP നേതൃത്വം തങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ മനോഗതിയും മനോധർമ്മവും എന്താണെന്ന് പുറത്തു വന്ന സ്ഥിതിക്ക് അതിനുള്ള ചികിത്സ അവിടെ നടത്തുകയാണ് വേണ്ടത്.